ഗൈസ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ പരിപാടി എന്താ പരിപാടി ഗൈസ് ഗ്യാസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. മെയിൻ ഷെഫ് എന്തോ ബോസ് നമ്മൾ വെക്കാൻ പോകുന്നത്? അപ്പൊ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണ് ഗൈസ്. പീസ് ഔട്ട് ഗൈസ്. ഇതെല്ലാം സെറ്റ് ആവട്ടെ. അതെ അപ്പു ഇത് വേണ്ട മാറിനേറ്റ് ചെയ്ത് വെക്കുന്നു. ചിക്കൻ ഇടാൻ പോവാണ്. ഒരു അരമണിക്കൂറായി റെസ്റ്റ് ചെയ്തിട്ട് തക്കാളി എറിയുക ഗൈസ്. തക്കാളി എറിയുക. ഇത് സ്ഥലമാണ് വേണ്ടി സെറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഗ്യാസ് സെറ്റ് ചെയ്താണ്. നമ്മള് ഗ്യാസ് കത്തിക്കാൻ പോണ്. നമ്മുടെ ഗ്യാസ് കത്തി ഗൈസ്. ശുദ്ധമായ വെളിച്ചെണ്ണ. അങ്ങനെ ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ പോലെ ഫ്രൈ ചെയ്യാം. നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇടുവാണ്. അടുത്ത ലെയർ ഇടുവാണ് ഗൈസ്. ഉണ്ടോ ഇട്ടോണ്ടിരിക്കുകയാണ്. പരിപാടിയൊക്കെ നടക്കണ ഗൈസ്. ഒരു നടക്കൂന്ന് പറഞ്ഞ മുളകാ കണ്ണൊക്കെ നീർന്നു. പൂക്കളെ പിഴിഞ്ഞൊഴിക്കുവല്ല അതുകൊണ്ട്. ഷെഫ് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ബിബിന്റെ റെസിപ്പി വെച്ചാണ് ഈ ഉണ്ടാക്കുന്നത്. അതെ ഗൈസ്, അതെ. നാളെ അറിയാം. നാളെ അല്ല ഇന്ന് തന്നെ അറിയാൻ പറ്റും എത്ര പേര് ഇവിടെ കിടക്കുന്നു. നമ്മൾ അരി ഇടുവാണ്. ശുദ്ധമായ അരി. നിങ്ങൾ വന്നോ? നിങ്ങൾ വന്നോ? വേറെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞാട്ടെ. അങ്ങനെ ചിക്കൻ കറി ഏകദേശം സെറ്റ് ആവാറായി. അടിപൊളിയായിട്ട് അടിപൊളി മണമാണ് ഗൈസ്. അങ്ങനെ ഇപ്പം കറിയുടെ പരിപാടി ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് ഇപ്പം പരിപാടി ഏകദേശം സെറ്റ് ചെയ്തു. ചിക്കൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. കോമഡി പവർഫുള്ളായിട്ട് ഒറ്റയ്ക്ക് എടുത്ത് മാറ്റി. അടുത്തിപ്പോൾ അരിക്കുള്ള തീയെന്ന് അരിക്കുള്ള വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. വെട്ടത്തിൻ്റെ ഒരു വിഷയമുണ്ട്, അങ്ങനെ പ്രശ്നമില്ല. ഗൈസ് അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് ഗൈസ്. ബിരിയാണി അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്.
വെള്ളന്തേ തിളച്ചു വരുന്നുണ്ട്. കൂടാതെ ഇനി അരിയിടാൻ പോകണം. സലാഡ് എന്ത് സലാഡ് എടുത്ത് മാറ്റി ഗൈസ്. ഗൈസ് ദം ഇവിടെ ബിരിയാണി ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.